എൻ്റെ കയ്യിലിരിക്കുന്നത് ഫോർ വീൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അഥവാ ഇലക്ട്രിക് ഹൈഡ്രോളിക് ജാക്ക്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വാഹനത്തെ ഉയർത്താൻ സഹായിക്കുന്ന ഒരു കിടിൽ ഇലക്ട്രിക് ഹൈഡ്രോളിക് ജാക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അഥവാ ഈ കാണുന്ന സാധനം കണ്ടില്ലേ, ഒരു അടിപൊളി സാധനം കേട്ടോ. ഇത് നമുക്ക് സാധാരണ ജാക്ക് പോലെയല്ല, വളരെ സിമ്പിളായിട്ട് അനായാസമായിട്ട് ഏതൊരാൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന കിടിലൻ ജാക്ക്. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ അറിയാത്തവർ അറിഞ്ഞിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ബോക്സിനകത്തുള്ളതെന്നും എന്താണ് ഈ ജാക്കിൻ്റെ പ്രത്യേകത. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, അതിനുശേഷം ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായി കാണുന്ന ഒരു ചെറിയൊരു യൂസർ മാനുവൽ ബുക്കാണ്. ഞാനത്ര വായനശീലനല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കാം ചെറിയൊരു തുണ്ട് പേപ്പറാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഫീമെയിൽ ചാർജിങ് സോക്കറ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഭിക്കുന്നത് 2 ഗ്ലൗസ് ആണ്. ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. അത്തരത്തിലുള്ള ഒരു ഗ്ലൗസ് ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് ലഭിക്കുന്നത് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് ഹൈഡ്രോളിക് ജാക്ക് തന്നെയാണ്. അതിന് നമുക്ക് ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അഥവാ ഇത് മുകളിലോട്ട് ഉയർത്താനും ഓഫ് ചെയ്യാനും അതുപോലെ താഴോട്ട് ഇതിൻ്റെ ജാക്കിൽ താഴ്ത്താനുമുള്ള കൺട്രോൾ. ഇവിടെ ആയിട്ട് നമുക്കൊരു LED ലൈറ്റും നൽകിയിട്ടുണ്ട്. അഥവാ ഇത് നമ്മുടെ വാഹനവുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇലക്ട്രിസിറ്റിയുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി LED ലൈറ്റ് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല പ്രകാശവുമുണ്ട്. രാത്രി സമയങ്ങളിൽ നമുക്ക് ടോർച്ചായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കുള്ളത് ഇതിൻ്റെ വയറാണ്. നല്ല നീളമുള്ള വയർ തന്നെയാണ്. ഇത് നമുക്കൊരു മെയിൽ അഡാപ്റ്ററുമുണ്ട്. ഇത് നമ്മുടെ വാഹനത്തിൻ്റെ ഫീമെയിൽ ചാർജിങ് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിതിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് നമുക്ക് മുൻപോട്ട് കാണാം. അത് കഴിഞ്ഞാൽ പിന്നീട് ബോക്സിൽ നമുക്ക് പ്രധാനമായിട്ടൊന്നും കാണാൻ സാധിക്കുകയില്ല. ഒരു LN കീ ഉണ്ട്. അതേ രീതിയിൽ തന്നെ 2 ഫീസുമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജാക്കിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മാനുവലായിട്ട് ഉയർത്താൻ സാധിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇത് ഉയർന്നു വരികയും ചെയ്യും. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇവിടെയായിട്ട് നമുക്കൊരു സേഫ്റ്റി വാൾവ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് താഴെയായിട്ടാണ് ഇതിൻ്റെ ബേസ് വരുന്നത്. ഏകദേശം ഇതിന് 4.5 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സേഫ്റ്റി ആയിട്ടുള്ളൊരു ജാക്കാണിത്. ഇതിൽ തന്നെ 2-3 വേരിയൻറ്റുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഒന്ന് ഇത്തരത്തിലുള്ള വെറും ജാക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ തന്നെ വാഹനത്തിന് എയർ അടിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പമ്പ് വരുന്ന ഒരു സംഗതി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ ഗ്രീൻ വണ്ണായിട്ട് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ വീൽ ബോട്ട് അയക്കാനുള്ള ഒരു കണ്ണ് കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ കാറുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇലക്ട്രിക്കായിട്ട് അതിൻ്റെ വീൽ ബോൾട്ടുകൾ അഴിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു അടിപൊളി ഗണ്ണ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ 3 വേരിയൻറ്റുകളാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. ഓരോ വേരിയൻറ്റിനനുസരിച്ച് ഇതിൻ്റെ വിലയിൽ മാറ്റമുണ്ടാവും. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ വേരിയൻറ്റുകളും ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വാങ്ങാം. വളരെ യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ ഉപയോഗം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരാൾക്കും അനായാസം ഉപയോഗിക്കാൻ സാധിക്കും. എത്ര വയസ്സായ ആളാണെങ്കിലും ശരി, സ്ത്രീകളാണെങ്കിലും ശരി, പുരുഷന്മാരാണെങ്കിലും ശരി. സാധാരണ നമ്മൾ ജാക്ക് ഉപയോഗിക്കുന്നത് ലിവർ ഉപയോഗിച്ച് നിലത്ത് കിടന്നിങ്ങനെ വിരകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഒന്ന് വരികയും ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ താഴ്ത്തുകയും ചെയ്യാൻ സാധിക്കും. അതേ രീതിയിൽ വളരെ സിമ്പിളായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉപയോഗം നമ്മൾ ഡെമോയിലൂടെ കണ്ട് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇത് വർത്താണോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഡെമോ കൂടി ഒന്ന് കണ്ടു നോക്കാം. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മടിക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് വാഹനത്തിന് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാഹനത്തിന് ഫിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ജാക്ക് ഘടിപ്പിക്കുന്നത് പോലെ വാഹനത്തിനും സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് നമ്മുടെ ചാർജിങ് സോക്കറ്റുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൽ ചാർജിങ് സോക്കറ്റ് ഇല്ലാത്തൊരു വാഹനമാണ്, പഴയ മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചാർജിങ് സോക്കറ്റ് ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ ചിലപ്പോൾ അത് വർക്ക് ചെയ്തോളണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ബാറ്ററിയുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സോക്കറ്റ് കൂടി ഇതിനോടൊപ്പം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡെമോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ജാക്ക് എൻ്റെ വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ജാക്ക് ഇവിടെ വെച്ച് ഈ മുകളിലുള്ള ഈ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. മാനുവലായിട്ട് തന്നെ അത് നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് ഇരുന്നിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം വാഹനത്തിൻ്റെ എല്ലാ സേഫ്റ്റിയുമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും
ഉറപ്പുവരുത്തുക. അഥവാ ഹാൻഡ് ബ്രേക്ക് കൃത്യമായിട്ടിടുക. ഹാൻഡ് ബ്രേക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്തവർ വീലിന് ഇതേ രീതിയിൽ കട്ട വെച്ച് കൊടുക്കുക. അത് നമുക്ക് ജാക്ക് ഉയരുന്ന സമയത്ത് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സേഫ്റ്റി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അത് ചെയ്തതിന് ശേഷം നമ്മുടെ വാഹനത്തിൻ്റെ വീലിനെ ബോൾട്ടുകൾ ലൂസ് ചെയ്യുക. നന്നായി ലൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ജാക്ക് ഉയർത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ ജാക്ക് ഉയർത്തിയതിന് ശേഷം നിങ്ങൾ വീൽ സ്പാനർ ഉപയോഗിച്ച് ബോൾട്ടുകൾ ലൂസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതേസമയം നിങ്ങൾ ഗൺ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. സാധാരണ വീൽ സ്പാനർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ജാക്ക് ഉയർത്തുന്നതിന് മുൻപ് തന്നെ ബോൾട്ടുകളെല്ലാം ലൂസ് ചെയ്തിരിക്കണം. അതിനുശേഷമാണ് ജാക്ക് ഉയർത്താൻ പാടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ജാക്ക് ഇവിടെ ഓൺ ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ LED ലൈറ്റ് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലേക്ക് ഇലക്ട്രിസിറ്റി വരുന്നുണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ മനസ്സിലായി. ഇനി ഇതിൻ്റെ സ്വിച്ച് ഇതേ രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. ഇതിന് അപ്പ് നൽകി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ശബ്ദം വരികയും, കണ്ടില്ലേ, ജാക്ക് അവിടെ ലിഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ജാക്ക് ലിഫ്റ്റായി കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചതിന് ശേഷം വളരെ സിമ്പിളായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അപ്പ് എന്നതിന് പകരം ഡൗൺ നൽകി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങുകയും ചെയ്യും. നമുക്ക് ഏതൊരാൾക്കും വളരെ സിമ്പിളായി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. യാതൊരുവിധ ലിവറുകൾ തിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഇട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് അവിടെ 1 മിനിറ്റ് തന്നെ മതിയാവും. അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഇതുപോലെ ജാക്ക് ലിഫ്റ്റ് ചെയ്യുകയും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാൻ സാധിക്കും. അതുപോലെ ജാക്ക് നൽകുന്ന സമയം ഞാനിപ്പോൾ ഒരു ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഇതിനെ സെറ്റ് ചെയ്തത്. കൃത്യമായിട്ട് സേഫായിട്ടുള്ള ഭാഗത്ത് തന്നെ ചാഴ്ചയ്ക്ക് തന്നെ നിങ്ങൾ നൽകാൻ ശ്രമിക്കുക. ഇനിയും ഒരുപാട് ഹൈറ്റ് ഉയർത്താൻ സാധിക്കും, അതും കൂടി നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് ആവശ്യമായത് വാഹനത്തിന് ഇത്ര മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഡൗൺ ചെയ്ത് ഇതിന് എത്രമാത്രം ഉയർത്താൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് ഡൗൺ ചെയ്തതിന് ശേഷം മനസ്സിലാക്കാം. അപ്പോൾ ഞാനിവിടെ ഡൗൺ പ്രസ് ചെയ്തിരിക്കുകയാണ്. ഡൗൺ ആവുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇത് പൂർണ്ണമായും ഡൗൺ ആയി കഴിഞ്ഞു. ഡൗൺ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഓഫ് ചെയ്ത് കൊടുക്കാം. മറ്റു വേരിയൻറ്റുകളിൽ പൂർണ്ണമായി ഡൗൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓഫ് ആവുന്ന ഓപ്ഷനുമുണ്ട്. അതിനൊക്കെ വിലയിൽ വ്യത്യാസം വരും. നമുക്കിപ്പോൾ ആവശ്യമായ രീതിയിലൊരു സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു സാധനമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. തീർച്ചയായും യൂസ്ഫുൾ ആണ്. നിങ്ങൾ തന്നെ ഇവിടെ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങാം. ഇനി ഇത് എത്രത്തോളം ഹൈറ്റ് ആകുമെന്നുള്ളത് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ഇതിനെ ഉയർത്തിയിട്ടുണ്ട്. ഏകദേശം 1.5 അടിയോളം ഹൈറ്റിൽ നമുക്കിതിനെ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരു ട്രക്ക് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ സാധാരണ ഒരു കാറായിക്കോട്ടെ, അങ്ങനെയുള്ള ഏതൊരു വാഹനവും വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു റിസ്ക്കും എടുക്കാതെ ഉയർത്താൻ സാധിക്കുന്ന ഒരു കിടിലൻ ജാക്കാണിത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വാഹനം ഉപയോഗിക്കുന്ന മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.